മൃദുലേ ഹൃദയമുരളിയിലൊഴുകിവ യാമിനി മടിയിൽ മയങ്ങുമി ചന്ദ്രികയിലലിയാൻ മനസ്സുമായി ചേർന്നിടാം മനസ്സുമായി ചേർന്നിടാം ഓ മൃദുലേ ഹൃദയമുരളിയിലൊഴുകിവ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന വിഷയം, നമ്മുടെ ചാനൽ ഇന്ന് ഏറ്റവും ഈ കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യനുമുള്ള ഒരു ഏറ്റവും വലിയ വിഷമമുള്ളൊരു കാര്യമാണ് വെയിറ്റ്, ശരീരത്തിൻ്റെ വെയിറ്റ്. അതെങ്ങനെ കുറയ്ക്കാനായിട്ട് പലരും പല ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല എക്സർസൈസ് ചെയ്യുന്നവരുണ്ട് ഒരുപാട്, പക്ഷെ വെയിറ്റ് കുറയുന്നില്ല. കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ആ ആഹാരം ക്രമീകരണം നടത്തുന്നതോടൊപ്പം നമുക്ക് ഏറ്റവും വെയിറ്റ് കുറയ്ക്കുന്ന ഒരു ഐറ്റം നമ്മളിന്ന് വീഡിയോ ഇടുകയാണ്. ആ വെയിറ്റ് കുറയ്ക്കുന്ന ഫുഡ് എന്തെന്ന് നിങ്ങൾ വീഡിയോയിൽ കാണുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളീസ് കിച്ചൺ. ഇന്ന് ഓട്സ് വെച്ചിട്ട് ഒരു ഡിഷെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഇതൊരു ഹെൽത്തി ഫുഡാണ്. ഇത് പ്രഭാത ഭക്ഷണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിന്നർ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് കഴിക്കാവുന്നതാണ്. ഇത് എനിക്കൊരു കമൻറ്റ് വന്നതിലൂടെ ഞാനിപ്പോൾ ഇട്ട റെസിപ്പിയാണ്. കാരണം എനിക്ക് അധികം വെയിറ്റ് ഞാൻ കുറച്ചിട്ടൊന്നുമില്ല, എങ്കിലും ഞാൻ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഡെയിലി അല്ലെങ്കിൽ വീക്കെൻഡ് ഒരു 3-4 ഡേയ്സ് ആഴ്ചയിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫുഡാണ്. അപ്പം ഇത് എങ്ങനെയാണ് നമുക്ക് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ദിവസം ഡെയിലി ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ നോക്കൂ. നല്ല രീതിയിൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിത് കുക്ക് ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വളരെ കുറച്ച് നമുക്ക് ഓയിൽ, അത് റിഫൈൻഡ് ഓയിൽ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓയിൽ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ക്യുമിൻ സീഡ്സ്, ജീരകം ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നീട് ഉഴുന്ന് ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ കടലപ്പരിപ്പ്, ഇത് ഇത്രയും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാം. ചെറുതായിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്തിന് കറിവേപ്പിലയും സവോളയും കൂടെ, സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു സവോളയുടെ പകുതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 4 ടേബിൾ സ്പൂൺ ഓട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, ഇത് ഞാൻ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് എടുത്തത്. നിങ്ങൾക്കത് ചെറുതായിട്ട് ഒന്ന് കൊത്തി അരിഞ്ഞ് എടുക്കാവുന്നതേ ഉള്ളൂ, അത് ചെറിയൊരു കഷ്ണമായിട്ട്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് വെയിറ്റ് കുറയ്ക്കുവാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നല്ലൊരു ഫുഡാണ്. ഇത് നമുക്ക് സാധാരണ വെള്ളത്തിൽ കാച്ചിയിട്ട് കഴിക്കാറുണ്ട്. പിന്നെ പാലിൽ കാച്ചി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് വെയിറ്റ് കൂടാനാണ് ഏറെ സാധ്യത വരുന്നത്. കുട്ടികൾക്കൊക്കെ നമുക്ക് പാലിൽ കാച്ചി ഓട്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് വെയിറ്റ് ഉണ്ടാകും. അല്ലെങ്കിൽ അവർക്ക് നല്ല ഓവർ വെയിറ്റ് കൂടാതെ തന്നെ ഹെൽത്ത് നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇനി കുറച്ച് പൊടികൾ കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് കായപ്പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം ഇല്ല, 1/4 ടീസ്പൂണോളം മുളക് പൊടി, ഇത്രയും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വളരെ കുറച്ച് നമുക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഓട്സ് ഒന്ന് വെന്ത് കിട്ടാനായിട്ടാണ്. ഇതിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഏറ്റവും പ്രധാനമായിട്ട് ആഡ് ചെയ്യേണ്ടത് മുളപ്പിച്ച ചെറുപയർ. അത് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ വളരെയേറെ ബെനിഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെയൊന്നും അല്ലാതെ നമുക്ക് വെറുതെ വെള്ളത്തിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഓട്സും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 4 ടേബിൾ സ്പൂൺ ഓട്സാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ജസ്റ്റ് ഇതിലേക്ക് പിടിച്ച് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കൈവെള്ളം കുടഞ്ഞ് ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം.
ഇതിങ്ങനെ പാത്രത്തിൽ നിന്ന് നമ്മൾ ഒഴിച്ച വെള്ളം അത് നന്നായിട്ട് അബ്സോർബ് ചെയ്ത ശേഷം ഇതുപോലെ പാത്രത്തിൽ നിന്നും വിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊരു തിക്കായിട്ട് നല്ലൊരു കുഴഞ്ഞ ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെയാണ്. നമുക്ക് ഓട്സ് കാച്ചി നമ്മൾ എടുക്കും, വെള്ളത്തിൽ ഓട്സ് കാച്ചി എടുക്കുന്നത് പോലെ അത്ര ലൂസാകാതെ എന്നാൽ കുറച്ച് തിന്നും ലൂസുമായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ ഇത് വെള്ളത്തിൽ വെന്ത് വരുന്നതിനനുസരിച്ച് നമുക്ക് കുറേശ്ശെ വെള്ളം, ചൂടുവെള്ളം, ഒന്ന് നന്നായിട്ട് തിളച്ച ചൂടുവെള്ളം കുറേശ്ശെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ ഒന്ന് നല്ല ഒരു തിക്കായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ശ്രദ്ധിക്കുക, ഇതിങ്ങനെ എടുക്കുന്നതിനനുസരിച്ച് ഉപ്പ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപ്പിൻ്റേതായിട്ടുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓട്സ് ഇത് ഞാൻ ചൂടാക്കാതെ നേരിട്ട് എടുത്തതാണ്. ചിലർ ഇത് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഓട്സ് ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കാവുന്നതാണ്. പക്ഷേ അങ്ങനെ എടുക്കുന്നതിലും ബെറ്റർ ഇങ്ങനെ തന്നെ എടുക്കുന്നതാണ്. ഇതിപ്പം നമുക്കിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുമ്പോഴത്തേക്കിനും ഇത് ഒന്ന് ഡ്രൈ ആയി വരുമ്പം കുറച്ചുകൂടി വെള്ളം നമുക്ക് ചേർത്ത് നമുക്കതിൻ്റെ ആ ഒരു പാകത്തിലെടുക്കാം. ഏകദേശം നമ്മളുടെ ഡിഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കാര്യം ഇതാണ് ഇതിൻ്റെ ഒരു പാകമെന്ന് പറയുന്നത്. ഞാൻ ഏകദേശം 1.5 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഒന്ന് ഇതുപോലെ ആക്കിയെടുത്താണ്. ഇനി നമുക്ക് ഫൈനലി ഇതിനകത്ത് ജീരകത്തിൻ്റെ പൊടി അതുകൂടി ചേർക്കാം. പിന്നീട് ടേസ്റ്റിന് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചേർക്കുക. അപ്പോൾ നമ്മുടെ ഓട്സിൻ്റെ ഒരു പ്രഭാത ഭക്ഷണം അല്ലെങ്കിൽ ഓട്സ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി വെയിറ്റ് കുറയ്ക്കുവാനായിട്ട് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ഡിഷാണിത്. കാര്യം വെള്ളത്തിൽ തിളപ്പിച്ച് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് 2-3 ദിവസം ആകുമ്പം ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 2-3 ദിവസം ആകുമ്പോൾ നമുക്കതൊരു വേണ്ട അങ്ങനൊരു വെറുപ്പ് നമുക്ക് അതിനോട് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഇപ്പം ഷുഗറൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് വളരെ ഹെൽത്ത് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ഫുഡാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒന്നുകിൽ രാവിലെ അതല്ല എങ്കിൽ രാത്രി ഭക്ഷണം അത് ഏതെങ്കിലും ഒന്ന് ഇതുപോലെ ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളം ഓട്സിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്കെന്നുള്ളതനുസരിച്ച് ചെയ്യുക. അതുപോലെ ഇതിനകത്ത് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇനി ഇപ്പം ഞാനിത് ഇത്രയും ചെയ്ത് സെർവ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സലാഡ് പോലെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. സലാഡുമായിട്ട് കോമ്പിനേഷൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതിനിപ്പം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്ത്, ഇതുപോലെ ഒരു ബൗൾ മതി നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് യൂസ് ചെയ്യാൻ. കാര്യം അത് ഹെൽത്തിനും നല്ലതാണ്. നിങ്ങൾക്ക് ഇത് ആരോഗ്യം മാത്രമല്ല, ഓട്സ് നിങ്ങൾ ഒരു ദിവസം ഒരു നേരമെങ്കിലും കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചർമ്മത്തിനും വളരെയേറെ ഉപയോഗം ചെയ്യുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കാര്യം ഇന്നത്തെ കാലത്ത് ഇന്ന് ഈ വളരെ ഫാസ്റ്റേറിയ ഇപ്പോഴത്തെ നമ്മുടെ കാലത്ത് ഏറ്റവും ആരോഗ്യകരമായ നല്ലൊരു ഭക്ഷണം, അത് വെയിറ്റ് കുറയ്ക്കാനും കൂടി ഉള്ളതാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. ഇത് എന്തായാലും നിങ്ങൾക്ക് വളരെയേറെ ഉപയോഗം ചെയ്യുന്ന നല്ലൊരു ഡിഷാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും, ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, വെയിറ്റ് കുറയ്ക്കുവാനായിട്ട് ആലോചിക്കുന്നവർക്ക് ഈ ഫുഡ് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ബൈ.